അങ്ങനെ പാർട്ട് 1 പറഞ്ഞതുപോലെ ഞങ്ങൾ ഇപ്പോൾ സിഡ്നിയിലുള്ള ഒരു ഗ്രേറ്റ് 4 ട്രക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാർലോ പൂൾസിലേക്കുള്ള ഒരു 2.7 കിലോമീറ്റർ വാക്കിംഗ് ട്രാക്കാണ് കേട്ടോ ഞങ്ങൾ ചെയ്യുന്നത്. പോകുന്ന വഴിയൊക്കെ ഭയങ്കരമായിട്ടുള്ള സ്ലിപ്പറി റോക്സ് ഒക്കെ ആയിരുന്നേ. പാർട്ട് 1 ഞാൻ എത്തി നിന്നത് ഈ കാണുന്ന ഒരു റോക്കിലായിരുന്നു. ഇത് എങ്ങനെയെങ്കിലും കയറാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഞാൻ തെന്നി താഴോട്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഫൈനലി എങ്ങനെയാണ് കയറിയെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഗൈസ്, ഇത് തെന്നും എൻ്റെ സീരിയസ്ലി ഇത് റിസ്ക്കാണ്. ഞാൻ എങ്ങനെയാണ് കയറുക? ഷൂസ് ഊരി കയറേണ്ടി വരും മിക്കവാറും. എൻ്റെ ഷൂ നന്നായിട്ട് തെന്നുന്നുണ്ട്. ഇതാണ് ബെസ്റ്റ് വേ ടു ഗെറ്റ് ദേർ. എൻ്റെ അമ്മോ, പേടിച്ചു പോയി ഞാൻ വിചാരിച്ചു ഞാൻ വീണു. ഫൈനലി ഹിയർ ഐ ആം ഗൈസ്. ഒരു പ്രശ്നമില്ലാതെ എത്തിയിരിക്കുന്നു. ഇനി എൻ്റെ ഹസ്ബൻഡ് അവിടേക്കാണ്. വാ വാ വാ. ബെസ്റ്റ്. കയറിയതിൽ അല്പം ബുദ്ധിമുട്ടിലായിരുന്നെങ്കിലും ഈ വ്യൂ മാരകമായിട്ടുണ്ട് കേട്ടോ. ഇതിൽ നിന്ന് എനിക്കൊരു ഗുണപാഠം കിട്ടിയേ. ഇങ്ങനത്തെ ഗ്രേറ്റ് ഹാർഡ് ട്രെക്കിങ്ങിനൊക്കെ പോകുമ്പം നല്ല ഷൂസ് ഇല്ലെങ്കിൽ എൻ്റെ പോലത്തെ അവസ്ഥയായി പോവേ. ഇവിടെ വെച്ച് മാത്രമല്ലായിരുന്നേ, പല സ്ഥലത്തും ഞാൻ തെന്നി വീഴാൻ പോയായിരുന്നു. അതുകൊണ്ട് പ്രോപ്പർ ഗ്രിപ്പുള്ള ഷൂസ് ഈസ് എ മസ്റ്റ്. ഇങ്ങനത്തെ സ്ഥലത്ത് വരുമ്പം എൻ്റെ വായനാകെ സൂപ്പർ, ബ്യൂട്ടിഫുൾ, വാവ്, നൈസ് ഇങ്ങനത്തെയൊക്കെ കേൾക്കാൻ പറ്റും കേട്ടോ. കാരണം അത് ബ്യൂട്ടിഫുൾ ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. കണ്ടോ, ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ ഇവിടെ അല്ലാണ്ട് എവിടെ കാണാൻ പറ്റും? ഇത്രയും വൈൽഡ് ഫ്ലവേഴ്സ് കാണാൻ പറ്റുമെന്ന് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നേ. ഇത് കാണാൻ വേണ്ടിയിട്ട് ലൂറ എന്ന് പറഞ്ഞ വേറൊരു സ്ഥലത്ത് പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ പോകേണ്ട ആവശ്യമേ വന്നില്ലായിരുന്നു. ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഒരുപാട് ഫ്ലവേഴ്സ്. ഇതൊക്കെ ഭയങ്കര സ്ലിപ്പറി ആയിട്ടുള്ള റോക്സ് ആണേ. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയ വേണ്ട അവിടെ താഴെ കിടക്കും കേട്ടോ. ഞാൻ സ്വപ്നക്കൂടിലെ ഭാവനയായിട്ട് മാറും. ഇത് കണ്ട, ഒരു നീരാളിയൊക്കെ പോലുണ്ട്. മൈ ഗോഡ്, ഇവിടെയൊക്കെ വെള്ളം വീണ് കിടപ്പുണ്ടേ. ഇതൊക്കെ എവിടെ നിന്ന് വന്നതാണോ എന്തോ. മഴയൊന്നും പെയ്തതും ഇല്ലായിരുന്നു. കുറേ മഞ്ഞപ്പൂക്കൾക്ക് ഒക്കെ ഒരു വിരാമം ഇട്ടുകൊണ്ട്, വിരാമമൊന്നും ആയിരിക്കില്ല എന്നാലും ഒരു ഡിഫറെൻ്റായിട്ട് വേറൊരു പൂവിനെ കണ്ടു കേട്ടോ. ഒരു ചുവന്ന കളറുള്ള പൂ. ഈ കടമ്പ കടക്കുന്നത് കുറച്ച് പാടാണ്. ഇത് ഞാൻ കുറച്ച് പാടുവിടും. ഞാനാണ് കേട്ടോ മുന്നേ നടക്കുന്നത്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനാണ് പറ്റിയ വഴി കണ്ടുപിടിച്ച് കൊടുക്കേണ്ടുന്നത്. അതനുസരിച്ചിട്ടാണ് എൻ്റെ ഹസ്ബൻഡ്, മഹാനായ ഹസ്ബൻഡ് പുറകിന് വരുന്നത്. എന്ത് പിന്നെ അയ്യോ ഞാനൊന്ന് ഓക്കെ ഫൈൻ. എന്റെ തെന്നുന്നതാണ് മാൻ. ബെസ്റ്റ്. ഇപ്പൊ കൊണ്ടുകയറിയാനിത്. ഗൈസ്, ഐ ഫൗണ്ട് എ ഗുഹ. സത്യം, ഇവിടെ നിന്ന് കഴിക്കാൻ പറ്റുമായിരുന്നു. നല്ലതാട്ടോ. നല്ല കുറച്ച് പാറകളുണ്ട് ഇവിടെ, ഷെയ്പ്പായിട്ടുള്ള. ഇത് കണ്ടോ? ഇത് കണ്ടിട്ട് എനിക്ക് എന്തൊക്കെയോ ഒരു രൂപങ്ങളുമായിട്ട് സാദൃശ്യം തോന്നുന്നുണ്ട് കേട്ടോ. എന്തോ ഒന്ന് മനസ്സിലാവുന്നില്ല, പക്ഷേ എന്തോ ഒരു രൂപസാദൃശ്യം.
ആദ്യം ആ ഗുഹയുടെ സൈഡിലൊക്കെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ്. പിന്നെയാണ് ഞങ്ങൾ നോട്ടീസ് ചെയ്തത് അവിടെ ഭയങ്കര വലിയ ആൻസൊക്കെ ഉണ്ടായിരുന്നു. കടി കൊള്ളണ്ടെന്ന് വിചാരിച്ചു പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിച്ചില്ലായിരുന്നു കേട്ടോ. ആൻഡ് ഇതാണ് ഓസ്ട്രേലിയ. ഇത്രയും വലിയ ആൻസൊക്കെ ഇവിടെ കാണാൻ കിട്ടും. ഇതൊരു 2.5 കിലോമീറ്റർ ട്രക്കാണെങ്കിലും അത്യാവശ്യം പാടുള്ള ഒരു ട്രക്കാണ് കേട്ടോ. എന്ത്? ഗ്രേഡ് 4 ആണ്. മോഡറേറ്റ് എന്നാണ് പറഞ്ഞത്. ആക്ച്വലി മോഡറേറ്റ് ട്രക്ക് എന്നാണ് പറഞ്ഞത് കേട്ടോ. അയ്യോ, ഞാൻ ഒരുപാട് ടയേർഡായി. 6 കിലോമീറ്റർ ട്രക്ക് വരെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലും ഇത്രയും ഒരു ഹെക്റ്റിക്കായിട്ട് തോന്നിയില്ല. പക്ഷെ ഇത് സംഭവ ബഹുലമായി പോയി. ഞാൻ വിചാരിച്ചത് 2.5 കിലോമീറ്റർ അല്ലേ സിമ്പിളായിട്ട് അങ്ങ് എത്തുമെന്ന്. പക്ഷെ അല്ല, കുറേ റിസ്കി എലമെൻറ്റ്സ് ഉണ്ട് ഇതിൽ. പിന്നെ കുറേ വൈൽഡ് ഫ്ലവേഴ്സിനെ കാണാൻ പറ്റി. അത് മാത്രമല്ല കേട്ടോ, ഇത് ചെയ്ത് കഴിയുമ്പം കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അതാണ് ദ ബെസ്റ്റ്. കൈസന്നെ വഴക്ക് പറയുന്നു. എങ്ങനെ ഇറങ്ങണം? ഇവിടം വരെ ഇങ്ങനെ കാലി വെക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ അവിടെ സ്ലോപ്പിൽ കൂടെ ഇറങ്ങത്തുള്ളൂ. വഴി കണ്ടിരിക്കും. പിന്നെ മുന്നേ പോകുന്നവർ ചിലപ്പം വീഴും. അത് കണ്ടിട്ടായിരിക്കും പുറകെ വരുന്നവർ പഠിക്കുന്നത്. മനസ്സിലായ? ഞാനാ മുന്നേ പോകുന്നത്. എന്നാ മുന്നേ ഇറങ്ങിക്കോ. മുന്നേ ഇറങ്ങാണ്ട് ഈ ഒരു വഴി ഒന്ന് കണ്ടുപിടിക്ക്. ആ, ഞാൻ എന്നാ ഈ വഴിയാ പോകുന്നത്. പിന്നെ അത്രയും കാലം എനിക്ക് അത്രയും വൈഡായിട്ട് എനിക്ക് എങ്ങനെ എൻ്റെ പൊക്കം അനുസരിച്ചല്ലേ എനിക്ക് ചെയ്യാൻ പറ്റൂ. ഞാൻ ഈ റോക്കുകൾ തമ്മിൽ എങ്ങനെയാണ് വെക്കുന്നത് ഗൈസ്? എങ്ങനെയാണ് വെക്കുന്നത് പറയണം. എനിക്കിവിടെ ഇരുന്ന് ഇങ്ങനെയൊക്കെ ഇറങ്ങാൻ പറ്റൂ. എനിക്ക് ഹൈറ്റ് ഇല്ലാത്തവരെങ്ങനെ പൂച്ചിക്കരുത്. എവിടെ ഹൈറ്റ് ഇല്ലാത്തവരെ പൂച്ചിക്കുന്നു? അയ്യോ ഇത് എങ്ങനെയാ ഇറങ്ങാം? അയ്യോ എനിക്ക് വിശക്കുന്നു. ഇതൊക്കെ അപ്പടി മെൽറ്റായി പോയി കേട്ടോ. കൊള്ളാം. സാധാരണ ഞാൻ കയറ്റം ഇറക്കമുണ്ട്, അതാണ് ഞാൻ കംപ്ലൈൻറ്റ് ചെയ്യാറുള്ളത്. ഇത് എൻ്റെ അമ്മേ, പാറകളുടെ ബഹളം. പാറകളല്ലേ പ്രശ്നമില്ല എന്ന് വിചാരിക്കും. പറ്റിയ ഷൂ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. ഇത് തെന്നി പോവുകയാണേ. അവസാനം ഞങ്ങൾ പൂളിൻ്റെ അടുത്തെത്താറായി. കാരണം കുറേ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്ന കേട്ടോ ആൾക്കാരുടെ. അപ്പം അവിടെ മിക്കവാറും അടുത്തെത്താറായി കേട്ടോ. ഓ മൈ ഗോഡ്, ഇത് ഭയങ്കര ഇറക്കമാണേ. ഭയങ്കര താഴോട്ട് ഇറക്കമാണിത്. ഇതെനിക്ക് ഷൂസ് ഊരേണ്ടി വരുമെന്ന് തോന്നുന്നു. പ്രശ്നമില്ലല്ലേ? നോക്കാം. ഉള്ളിലോട്ടുള്ള വഴി അത്യാവശ്യം നല്ല ഇറക്കമാണേ. ഇനി ഇതൊക്കെ കയറേണ്ടി വരും. നല്ല താഴേക്ക് ഇറങ്ങി പോണേ. നല്ലൊരു താഴ്ചയുള്ളൊരു സ്ഥലമാണിത്. ഇത് ഇത്രയും ഇനി ഞങ്ങൾക്ക് കയറിയും കൂടെ വേണം. അത് കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ കുറേ സ്ലിപ്പറി റോക്സ് തരണം ചെയ്യണം. മൊത്തത്തിൽ ജിഞ്ചിഞ്ചാക്കടി ആയിരിക്കും. കുറേ നേരമായി ആളുകളുടെ ശബ്ദം കേട്ടിട്ട്. ഇതുവരെ എത്തുന്നില്ലല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് കേട്ടോ. കുറേ ആയി താഴോട്ട് ഇറങ്ങാൻ തുടങ്ങിയിട്ട്. നടന്ന് എവിടെയാ എത്തിയെന്ന് എനിക്കറിയത്തില്ല. കുറേ നേരം കൊണ്ട് പൂളെത്തി എന്ന് പറഞ്ഞ് വിചാരിച്ച് നടക്കുന്നു. പക്ഷെ എത്തിയില്ല. മണി പോലെ കിടക്കുന്നു. സ്പൈഡറിൻ്റെ വെബ് കുരുങ്ങി. ഫൈനലി ഞങ്ങൾ കാർലൂ പൂൾസിലെത്തി കേട്ടോ. ഇതല്ലേ
പൂളിതല്ലേ? ഇതൊരു സ്ട്രീമാണല്ലേ? ഇത് സ്ട്രീമാണ്. അവിടെയാണ് കേട്ടോ പൂള്. ഷൂ നനയാൻ ചാൻസ് ഉണ്ട്. വെള്ളം അല്പം കുറവാണ്, അതുകൊണ്ട് പോകാം. ഈ സമയത്ത് കുറേ ആൾക്കാരുണ്ടാവും കേട്ടോ. ഇത് നാച്ചുറലി ഫോം ചെയ്ത പൂളാണ് ഇത്. കണ്ടോ? ആൾക്കാർ നീന്താനൊക്കെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. നമുക്ക് പിന്നെ ആസ് യൂഷ്വൽ നീന്തൽ അറിയാത്തതുകൊണ്ട് കാഴ്ചക്കാരാവാൻ മാത്രമേ പറ്റുന്നുള്ളൂ കേട്ടോ. എന്നെ എന്നാ ഇനി നീന്തൽ പഠിപ്പിക്കുന്നത്? എന്നെ പഠിപ്പിക്കുന്ന സ്വിമ്മിങ് മാസ്റ്ററാണത്. സ്വിമ്മിങ് മാസ്റ്റർ അല്ലേ? പറ, വാ തുറക്ക്. പഠിപ്പിക്കാൻ നോക്കുവാണ്. പഠിച്ചു മുങ്ങി ചാതായിരുന്നാ മതി. ഞങ്ങൾക്ക് പറ്റിയൊരു സ്പോട്ട് കിട്ടി. ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അവിടെ അധികം ആൾക്കാരില്ല, പക്ഷെ നല്ല വെയിലുണ്ട്. പക്ഷെ കുഴപ്പമില്ല. ഇങ്ങനത്തെ ട്രക്കിനൊക്കെ വരുമ്പോൾ ഞങ്ങൾ എപ്പോഴും ഫുഡ് പാക്ക് ചെയ്തുകൊണ്ടാണ് വരാറുള്ളത്. ഒന്നുമില്ല, വെറും ചപ്പാത്തിയും ബട്ടർ ചിക്കനും മാത്രമാണ് ഞാൻ കൊണ്ടുവന്നത്. പക്ഷേ എന്താണെന്ന് അറിയത്തില്ല, വീട്ടിൽ ഇരുന്ന് കഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ഇവിടെ ഇരുന്ന് വന്ന് കഴിച്ചപ്പോൾ കിട്ടി കേട്ടോ. ആ ഒരു പ്ലേസും പിന്നെ നല്ല വിശപ്പൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ടൊക്കെ ആയിരിക്കണം. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് ചില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. സോ റിലാക്സിങ് അല്ലേ? പറയൂ. സോ റിലാക്സിങ്. അതല്ല ഞാൻ പറഞ്ഞത് പറയാനില്ല, എന്തെങ്കിലും പറ. കൊള്ളാം, നല്ല രസമുണ്ടായിരുന്നു. നല്ലൊരു ഹൈക്കായിരുന്നു. പിന്നെ അപ്പം ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് ചില്ല് ചെയ്യട്ടെ. കാരണം ഇനി അത്രയും മേളിലോട്ട് കയറാനുള്ളതല്ലേ. ഒരു വലിയൊരു കാക്ക. ഇത് കാക്കാനാണോ? അതിൻ്റെ അടിയിൽ ഒരു ഗ്രീനിഷ് ഷെയ്ഡൂടെ വരുന്നുണ്ട് കേട്ടോ, ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ്. വിചാരിക്കുന്ന പോലെയല്ല കേട്ടോ, ഇതിന് നല്ല ആഴമുണ്ട്. കണ്ടില്ലേ, നല്ല ആഴമുണ്ട്. കാണുമ്പോൾ നടക്കാൻ പറ്റുന്ന രീതിയാണെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ അല്ല കേട്ടോ, നല്ല ആഴമുണ്ട്. ഗൈസ്, ഈ റൂട്ടിലോട്ട് പോകുമ്പോൾ ഉളുളു ഫോൾസിലോട്ട് പോകാൻ പറ്റും കേട്ടോ. പക്ഷെ ഞങ്ങൾ തൽക്കാലത്തേക്ക് ക്യാൻസൽ ചെയ്യാണ്, കാരണം ഇനി തിരിച്ചു പോകാനുള്ള ഒരു എനർജിയും കൂടെ വേണ്ടേ. അതുകൊണ്ട് അങ്ങോട്ടേക്ക് ഞങ്ങൾ ഇനി പോകുന്നില്ല എന്ന് വിചാരിക്കുകയാണേ. വീണ്ടും ഒരിക്കലാവാം എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ തിരിച്ചു പോവുകയാണ് ഇവിടുന്ന്. ഇവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്ത്, ഒരു അരമണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്ത് കേട്ടോ. ഇവിടെ നല്ല തണുത്ത വെള്ളമാണ്, ഫ്രീസിങ് കോൾഡ് എന്നൊക്കെയാണ് കേട്ടോ ആൾക്കാർ പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ഇനി തിരിച്ച് പോകാൻ പോവാണ്. വന്ന വഴിയൊക്കെ ഓർമ്മയുണ്ടല്ലോ, എന്തുമാത്രം സ്റ്റീപ്പ് ആയിരുന്നെന്നുള്ളത്. ഇനി അതൊക്കെ കയറണം. ഓൾ ദി ബെസ്റ്റ് ഫോർ മീ. അങ്ങനെ മേളിലോട്ട് കയറുന്നതിൻ്റെ കഷ്ടപ്പാടാണ് നിങ്ങൾ ഈ കാണുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഞാൻ എൻ്റെ ഷൂ അഴിച്ച് കളയായിരിക്കും, കാരണം അതാണ് കുറച്ചുകൂടെ ബെയർ ഫൂട്ട് നടക്കുന്നതാണെന്ന് തോന്നുന്നു കുറച്ചുകൂടെ ഗ്രിപ്പ് വരുന്നത്. ഇത് തെന്നുന്നുണ്ട് കേട്ടോ. ഈ ലീഫ് കണ്ടോ, കത്തിയുടെ ഒക്കെ ഷേപ്പില്ലേ. ഇവിടെ കുറേ പേരുടെ പേരൊക്കെ എഴുതി വെച്ചിരിക്കുന്നുണ്ട്. ഞാനും എഴുതി കേട്ടോ. സന്ദീപിൻ്റെ എസും ഗോപിക്കയുടെ ജിയും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു കിടുക്കാച്ചി ലുക്കൗട്ട്.
ഫുൾ മല കാണാൻ പറ്റും കേട്ടോ. നടന്ന് ഞാൻ നേരത്തെ തെന്നി അടിച്ച് വീഴാൻ പോയ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഷൂ ഒക്കെ ഊരി കേട്ടോ. ഇനി അങ്ങനെയായിരിക്കും ഞാൻ ഇറങ്ങുന്നത്, കാരണം ഭയങ്കരമായിട്ട് തെന്നിപ്പോവും. അതുകൊണ്ട് ഷൂ ഊരിയിട്ടാണ് ഞാൻ ഇറങ്ങാൻ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ വൺ ഓഫ് ദ ബെസ്റ്റ് ട്രക്ക് എന്ന് വേണമെങ്കിൽ പറയാം ഞങ്ങൾ ചെയ്തതിൽ. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തു. ടോട്ടൽ ഒരു 6 കിലോമീറ്റർ ഞങ്ങൾ കവർ ചെയ്തു കേട്ടോ. ഇറ്റ് വാസ് സോ ഗുഡ്. അങ്ങനെ എവിടെയാണോ തുടങ്ങിയത് അവിടെ തിരിച്ചെത്തിയിരിക്കുകയാണ്. സോ ഇനി എങ്ങനെയെങ്കിലും ട്രെയിൻ പിടിക്കണം, പോകണം, കിടന്നുറങ്ങണം. അത്രയേ ഉള്ളൂ കേട്ടോ. സൂപ്പറായിരുന്നു ഇന്നത്തെ ദിവസം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. If you like this video, please do like, share and subscribe to my channel. See you in my next vlog. Till then, ta-ta!